ഏവർക്കും നമസ്കാരം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് സഹിക്കേണ്ടി വന്ന അപമാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചില ചിന്തകൾ ഏവരുമായി പങ്കിടുവാൻ മനസ്സ് പ്രേരിപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തെ ആകമാനമായി പരിഗണിക്കുമ്പോൾ ഒന്ന് രണ്ട് പ്രാവർത്തികമായ നിർദ്ദേശങ്ങൾ, പ്രാക്ടിക്കൽ സജഷൻസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു അവസരമായിട്ടും ഇതിനെ കാണണം എന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ആ ഒരു ചുമതല ഞാൻ നിർവഹിച്ചു കൊള്ളട്ടെ. ആദ്യമായി എനിക്ക് നൽകാനുള്ള പ്രാവർത്തികമായ നിർദ്ദേശം, നമുക്ക് ഒരു ഫണ്ട് രൂപീകരിക്കണം. അതായത് മെത്രാൻ കേക്ക് ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ച് കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ ഉദാരമായി അതിൽ സംഭാവന ചെയ്യുകയും അത് ഉപയോഗിച്ച് എല്ലാ ദിവസവും 10 കിലോ ഭാരം വരുന്ന കേക്ക് ഓരോ അരമനയിലും എത്തിക്കാനുള്ള ക്രമീകരണം നടത്തണം. കാരണം ഇപ്പോൾ ഈ 2 കന്യാസ്ത്രീകൾക്ക് സംഭവിച്ചിരിക്കുന്ന ദുരവസ്ഥയെപ്പറ്റി ധർമ്മരോഷത്തോടെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന മെത്രാന്മാർ നാളെ BJPയുടെ കേക്ക് കാണുമ്പോൾ ഇത് മുഴുവനും മറന്നിട്ട് അവർ പട്ടിയുടെ പാൽ എപ്പോഴും വളഞ്ഞിരിക്കുമെന്നതുപോലെ നേരെ കടകം മറിയാനുള്ള സാധ്യത വളരെ വലുതാണ്. ഞാനിത് ആലോചിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം സംഘപരിവാർ ക്രിസ്തീയ മിഷണറിമാരെയും പ്രവർത്തകരെയും പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. കഴിഞ്ഞ തവണയും ഡൽഹിയിൽ കേക്ക് തിന്നാൻ പോകുമ്പോൾ സ്റ്റാൻ സ്വാമിക്ക് സംഭവിച്ച അവിശ്വസനീയമായ ദുരവസ്ഥയെപ്പറ്റി ഒന്ന് ഓർക്കാൻ പോലും മെത്രാന്മാർക്ക് കഴിയാതെ പോയത് അവരുടെ വായിൽ അത്രമാത്രം വെള്ളമൂറിയിട്ടാണ്. കേക്കിനോടുള്ള കൊതി, അത് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഭ്രാന്താണ്, എല്ലാം മറക്കും. അതിനും വേദപുസ്തകപരമായൊരു ന്യായീകരണമുണ്ട്. കാരണം പഴയ നിയമത്തിൽ ഒരു കഥയുണ്ട്. 2 സഹോദരന്മാർ, ഏശാവും യാക്കോബും. യാക്കോബ് എന്ന 2 സഹോദരന്മാർ. അതിൽ മൂത്തവൻ അവൻ്റെ ജ്യേഷ്ഠാവകാശം, യഹൂദന്മാരുടെ സംസ്കാരത്തിൽ വളരെയധികം വില കൽപ്പിക്കപ്പെടുന്നതാണ് ജ്യേഷ്ഠാവകാശം. അത് അല്പം പയറ് പായസം കണ്ടപ്പോൾ അവനെല്ലാം മറന്ന് പായസത്തിൻ്റെ കൊതി കൊണ്ട് ജ്യേഷ്ഠാവകാശം അനിയന് വിറ്റുകളഞ്ഞു എന്ന ഒരു കഥയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. കേക്ക് പയറ് പായസത്തെക്കാളൊക്കെ എത്രയോ മുമ്പിൽ നിൽക്കുന്നു. 3000 വർഷങ്ങൾക്ക് മുൻപ്, 4000 വർഷങ്ങൾക്ക് മുൻപ് പയറ് പായസം വലിയ കാര്യമാണെങ്കിൽ ഇപ്പോൾ ആർക്കും പയറ് പായസം വേണ്ട, ഇപ്പോൾ കേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു മെത്രാൻ കേക്ക് ഫണ്ട് ഉണ്ടാക്കിയിട്ട് തീർച്ചയായും എല്ലാവരും വളരെ ഉദാരമായി സംഭാവന ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത്രമാത്രം അപകടം ഒഴിവാക്കുവാൻ നമ്മെ സഹായിക്കുന്നൊരാശയമാണ്. എല്ലാ ദിവസവും 10 കിലോ കേക്ക് ഭാരം വരുന്ന കേക്കുകൾ ഓരോ അരമനയിലും എത്തിച്ചു കഴിഞ്ഞാൽ ഈ കേക്കിനോടുള്ള പൂതി മാറിയിട്ട് കുറച്ചുകൂടെ മനുഷ്യത്വത്തോട് ചേർന്ന് ചിന്തിക്കാനുള്ള സാവകാശം ഈ ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ പ്രാവർത്തികമായ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അവിടെയും പ്രശ്നം അവസാനിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഓരോ അരമനയിലും വർഷത്തിലെ എല്ലാ ദിവസവും 10 കിലോ ഭാരം വരുന്ന കേക്കുകൾ എത്തിച്ചുകൊണ്ടേയിരുന്നാലും പിന്നെ ഒരു പ്രശ്നമെങ്കിലും അവശേഷിക്കുന്നുണ്ട്. അത് റബ്ബറാണ്. നാളെ റബ്ബറിന് കിലോയ്ക്ക് 300 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പാമ്പ്ലാനി പോലെയുള്ള മിടുക്കന്മാർ
ഈ സമൂഹത്തെ മുഴുവനും വിറ്റ് രാഷ്ട്രീയമായ ഒരു മലക്കം മറിയും. നമുക്കറിയാവുന്ന കാര്യമാണ്. മറ്റൊന്നും വേണ്ട. റബ്ബറിന് 300 രൂപ കിലോ വെച്ച് കിട്ടിയാൽ പിന്നെ ഒന്നും ഞങ്ങളെ ബാധിക്കുകയില്ല, എന്തും ചെയ്തു തരാം എന്ന ഒരു അപ്പോൾ നമുക്ക് ചെയ്യേണ്ട രണ്ടാമത്തെ പ്രോജക്റ്റ് റബ്ബർ താങ്ങുവില പ്രോജക്റ്റ്. നമ്മളെല്ലാവരും പണം പിരിച്ച് ഒരു 10-100 കോടി രൂപ പിരിച്ചാൽ മതിയായിരിക്കും. അതുകൊണ്ട് കേരളത്തിൽ സീറോ മലബാർ സഭയിലെ കർഷകന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ നമ്മുടെ ഭാഗത്ത് നിന്ന് കിലോയ്ക്ക് 300-ന് പകരം 310 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഒരു പക്ഷേ പാമ്പ്ലാനി നേരെ നിൽക്കാൻ വഴിയുണ്ട്, സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ അപകടമേറിയ കാര്യമാണ്. കേരളം ഒരു ഛത്തീസ്ഗഡ് ഒരു ജാർഖണ്ഡ് ഒരു UP ആകും. അതിനുള്ള എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ സാധ്യതകളിലേക്കുള്ള വഴിവെട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വരാതിരിക്കത്തക്കവണ്ണം ഇപ്രകാരം പ്രാവർത്തികമായി ചിന്തിക്കണം. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത കാര്യം, എങ്ങനെയാണ് ഈ മെത്രാന്മാർ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വായിൽ കറുത്ത തുണിയൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് പൊതുരംഗത്ത് വന്ന് പ്രതിഷേധം നടത്തുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർ നമ്മോട് എന്താണ് പറയുന്നത്? ഭാരതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊരു അനിഷ്ട സംഭവം നടന്നിരിക്കുന്നു. ക്രിസ്തീയ സന്യാസിനിമാർക്കെതിരെ, പ്രവർത്തകർക്കെതിരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അക്രമം നടന്നിരിക്കുന്നു എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? നാളിതുവരെ ഇവരെവിടെയായിരുന്നു? എത്രയോ സംഭവങ്ങളുണ്ടായിട്ടും അതൊന്നും അവരെ ബാധിക്കാതെ, അവരുടെ തൊലിയുടെ അറ്റത്ത് പോലും തൊടാതെ വളരെ അഭിമാനത്തോടുകൂടെ സംഘപരിവാറിൻ്റെ ആശ്രിതരായി, സ്തുതിപാഠകരായി, അവരുടെ വിറക് വെട്ടിയും വെള്ളം കോരിയും ബഹുമാന പുരസ്സരം സേവിച്ചും അഭിമാനത്തോടെ കഴിഞ്ഞുകൂടിയ ഈ വിശുദ്ധന്മാർ പിന്നെ പെട്ടെന്നെടുത്ത് ചാടാൻ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഒരു വലിയ നാടകമാണ്. ആദ്യമായൊരു സംഭവം നടന്നിരിക്കുന്നു. ഞങ്ങളിതാ ഈ ഒരു വിശ്വാസ സമൂഹത്തെ സംരക്ഷിക്കാനായി മുൻപന്തിയിൽ ഞങ്ങളുണ്ട്. അത്രയും വേണോ മെത്രാന്മാരെ? കേരളത്തിലെ ജനം അത്ര പൊട്ടന്മാരാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഇതൊക്കെ വാസ്തവത്തിൽ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന ശാപത്തിൻ്റെ ചില സൂചനകൾ മാത്രമാണ്. മനസാക്ഷിയില്ലാത്ത മനുഷ്യരാണ് കുപ്പായമിട്ട് നടക്കുന്നതെങ്കിൽ ഈ വിശ്വാസ സമൂഹത്തിന് അയ്യോ കഷ്ടം എന്നല്ല ഞാൻ എന്താണ് പറയേണ്ടത്. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിക്കാനുള്ള ഈ മെത്രാന്മാരുടെ ആത്മാർത്ഥതാരഹിതമായ നാടകം, അതിൻ്റെ പൊള്ളത്തരം തിരിച്ചറിയുവാനുള്ള കടമ നമുക്കുണ്ട്. ഇതൊരു രാഷ്ട്രീയമായ പ്രശ്നമേ അല്ല. ഇത് BJPയോടുള്ള വെറുപ്പോ, മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള സ്നേഹമോ, അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള മമതയോ കൊണ്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ മനുഷ്യരാശിക്ക് അപമാനമാണ്. അത് തുടരെ സംഭവിക്കുമ്പോൾ മനുഷ്യരുടെ ജീവനും മൗലിക അവകാശങ്ങളും സംരക്ഷിക്കുവാൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലകൾ ഏറ്റെടുക്കുന്ന ആളുകൾ അക്രമികൾക്ക് കൊടപിടിച്ചു കൊടുക്കുമ്പോൾ അത് ലജ്ജാകരമാണ്. അതേവരെയും ഭയപ്പെടുത്തേണ്ടതാണ്. ഈ രാജ്യത്ത് നിയമവാഴ്ചയില്ല എന്നൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അത് പാർട്ടി ഏതാണെന്ന് നോക്കാതെ, അതാർക്കും ജനായത്ത രീതിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും അത് സ്വീകാര്യമല്ല, ആകരുത് എന്ന ഒരു നിലപാട് സ്വീകരിപ്പാൻ പൗരത്വ കടമയിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്, ഉണ്ടാകണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്.
എന്നാൽ ഇതിൽ മറ്റ് പല പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് സംബന്ധമായി വേറൊരു വീഡിയോ ഞാൻ അധികം താമസിയാതെ ചെയ്യുന്നതാണ്. തൽക്കാലം ഈ 1-2 പ്രാവർത്തിക നിർദ്ദേശങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിങ്ങളാരും വഞ്ചിക്കപ്പെടരുത്. വിശ്വാസജനത്തെ മൊണ്ണകളാക്കി സ്വന്തം താല്പര്യത്തിന് മാത്രം വഴിയിലിറങ്ങി അല്ലെങ്കിൽ മറയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് തന്ത്രം മെടയുകയും രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന ഈ കുപ്പായ തൊഴിലാളികളെ അവർ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു, അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം, പ്രതീക്ഷിച്ചുകൂടാ, അവരുടെ വാല് പിടിച്ച് നടന്നാൽ നിങ്ങൾക്ക് വരാവുന്ന അപകടം എന്താണെന്ന് ജനം തിരിച്ചറിയണം എന്ന് ഒന്ന് അപേക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ മെത്രാന്മാർ ഈ അടുത്ത കാലങ്ങളിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അല്പം പോലും ലജ്ജയില്ലാതെ കളിക്കുവാൻ അവരെ സഹായിക്കുന്നത് ക്രിസ്തീയ വിശ്വാസികൾ പൊതുവെ മൊണ്ണകളാണ് എന്ന അവരുടെ ധാരണയാണ്. ആ ധാരണ തെറ്റിദ്ധാരണയാണ് എന്ന് തെളിയിക്കുവാനുള്ള കടമ നമുക്കേവർക്കുമുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ അല്പമൊന്ന് ആകർഷിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ലാഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതലായി നടന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഒരു ചാനലിലെ ഡിസ്കഷൻ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതിൽ പങ്കെടുത്തുകൊണ്ട് സംഘപരിവാറിൻ്റെ പ്രതിനിധി പറഞ്ഞത്, അല്ല അത് വേണ്ട, കേരളത്തിലെ മന്ത്രിയായിരിക്കുന്ന ജോർജ് കുര്യൻ, കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രിയായി അദ്ദേഹം പറയുന്നത്, ഞങ്ങളിത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അപ്പോൾ അവരവതരിപ്പിക്കുന്ന ആശയങ്ങളുടെ പ്രത്യേകത കൊണ്ട് കേരളത്തിലെ ജനം അവരുടെ തലച്ചോറ് കുട്ടിച്ചോറായി പോവുകയും ഏത് അക്രമത്തെയും പഞ്ചപുച്ഛമടക്കി സ്വീകരിപ്പാൻ അവർ നിർബന്ധിതരായി തീരും എന്ന പ്രതീക്ഷയിലാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ക്രിസ്തീയ ജനത്തെ പറ്റിയുള്ള പൊതുവായ ധാരണ ഇതാണ്: അവരെ എത്ര തൊഴിച്ചാലും അവരോട് എന്ത് അനീതി കാട്ടിയാലും സാരമില്ല, വേണ്ടതൊക്കെ ചെയ്തിട്ട് പിന്നെ ഒന്നിൽ ഒരു മെത്രാന് കൈക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ചില ആളുകളെ വിളിച്ച് ഒന്ന് സ്മുണച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ അവരെ മുഖസ്തുതി പറയുകയോ ഒരു മാലയിടുകയോ ചെയ്താൽ ഏത് അധർമ്മവും ഗംഗാജലത്തിലെന്ന പോലെ കഴുകി വിശുദ്ധി പ്രാപിക്കാം എന്ന ഒരു പ്രത്യാശയിലാണ് ഒരു വശത്ത് നിന്ന് തൊഴിയും മറ്റേ വശത്ത് നിന്ന് കേക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു അപമാനം ഒരു സമൂഹത്തിനുണ്ടാകരുത്. ഇതിലെ അപമാനമെങ്കിലും തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുവാൻ ഇടയാകാതിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോവുകയാണ്. താങ്ക് യു. നമസ്കാരം.